ഹായ് ഹലോ, പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഫില്ലിങ്ങും ഐസിങ്ങും എല്ലാം കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് 1/2 kg വെയിറ്റ് വരുന്നൊരു കേക്കായിരുന്നു. 7 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ചെയ്തിരിക്കുന്നത്. അന്നേരം കുറച്ചും കൂടി പീസ് കട്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം അറിയിക്കാനുണ്ട്. അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ 962 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അങ്ങനെ 1000ലേക്ക് അടുക്കാറായിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കണേ. അങ്ങനെ ലെയറിൽ ക്രീമും കൊടുത്തു, കുറച്ച് ഗനാഷും കൊടുത്തു. എന്നിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജെറി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ആദ്യം വെക്കാൻ മറന്നുപോയായിരുന്നു. പിന്നെ അതിനെ ക്രം കോട്ടും ചെയ്തു. ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്ത് നേരെ ഫ്രിഡ്ജിലേക്ക്. ഇപ്പോൾ കേക്ക് ചെയ്തിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ മകന് വേണ്ടിയാണ്. അങ്ങനെ എൻ്റെ ഉറ്റ ചങ്ങാതി മുബീനയുടെ മകന് വേണ്ടി ഞാൻ ചെയ്തൊരു കേക്കാണിത്. അപ്പോൾ അതിനുശേഷം ഞാനൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വർക്കൊന്നും അവൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ കേക്ക് ഫിനിഷ് ചെയ്തിട്ട് മുകളിൽ ഗനാഷ് കൊടുക്കാമെന്ന്. നമ്മൾ ചോക്ലേറ്റ് കേക്കിനാണെങ്കിലും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനാണെങ്കിലും മുകളിൽ ഗനാഷ് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ കേക്കിന് കിട്ടുന്നത്. മുകളിൽ ഗനാഷ് കൊടുക്കാമെന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരുവിധം ഒന്ന് ചെയ്തിട്ട് ബാക്കി ഗനാഷ് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. ഇതുപോലൊരു സ്ക്രാപ്പർ വെച്ച് സൈഡിലൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് ലെവൽ ചെയ്തിട്ട് ഇതുപോലൊരു സ്ക്രാപ്പർ ഉപയോഗിച്ച് സൈഡിലൊന്ന് വരഞ്ഞു കൊടുത്ത് എന്നിട്ട് ബോർഡ് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമായിരുന്നു ഗനാഷ് ചേർത്തിരുന്നത്. എപ്പോഴും ഞാൻ ഗനാഷ് ചേർക്കുമ്പം ആദ്യം സൈഡിലാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. ആ ഡ്രിപ്പിങ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഒരുപാട് അങ്ങ് ഡ്രിപ്പ് ചെയ്ത് പോകാത്ത രീതിയിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നതും. അതിനുശേഷം പാലറ്റ് നൈഫ് വെച്ച് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഓപ്പൺ സ്റ്റാർ നോസിൽ വെച്ചാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ടായിരുന്നു ചെയ്തിരുന്നത്, പക്ഷെ അവസാന ലുക്ക് നല്ലതായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു ബോർഡർ ഡിസൈൻ കൊടുക്കാൻ വേണ്ടി സാധാ പൈപ്പിംഗ് ബാഗ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ, നോസിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതിനുശേഷം പേര് എഴുതി കൊടുത്തിട്ടുണ്ട്. റെഡ് കളറിൽ മുഹമ്മദ് ആസിഫ് എന്നാണ് മോൻ്റെ പേര്. എഴുതി കൊടുത്തതിന് ശേഷം കുറച്ച് ഷുഗർ ബോൾസും ഇട്ട് നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞത് ഇതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ കേക്ക് അവൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് അറിയിച്ചിരുന്നു. അടുത്ത തവണ വരുമ്പം 1000 സബ്സ്ക്രൈബേഴ്സ് ആവും എന്നാണൊരു പ്രതീക്ഷ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.